പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്തരത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധായ നയിക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
ഈ സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല. അന്നു വേണ്ട ആഹാരം അതിൻ്റെ അകത്തുണ്ട്, എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട്. എവറിത്തിങ് ഇസ് ദെയർ. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ, അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും നായ്ക്ക് 100 വട്ടം അവൾ പോയി ഈശോ അവളെ കൊണ്ടുവരണേ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണേ, അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല. നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണം. ഇന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് 3 കൊല്ലമായതെന്ന് പറഞ്ഞ് ചേടിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇവർ ഈ 3 കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല എന്ന് കർത്താവ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മകൻ കർത്താവായി മാറും. എന്താ കാര്യം? നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു, നമ്മുടെ അത്യാവശ്യമായ ഒരു വിഷയമാണ്. നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ദൈവമായി മാറും. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടുക. യാചന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ല. ദൈവത്തിന് വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചെന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ കർത്താവിനെ. ഇന്നൊരു അമ്മച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ 2 ഉച്ച തൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ സ്വരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ കറങ്ങിയത് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ എന്താ അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ്. ആ പോലീസ് വേറെ ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു. പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്തെന്ന് അത് അപ്പം അമ്മയുടെ വിഷയം എന്ന് കഴിഞ്ഞാൽ മകനെ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് സങ്കടം അമ്മയുടെ. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ തന്നെ എൻ്റെ അവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഇവരിതും പറഞ്ഞുകൊണ്ട് തന്നെ നിലവിളിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്നോട് പറയും പിന്നെ അച്ഛനറിയാൻ പാടില്ല, അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയ അമ്മമാരുടെ അവസ്ഥ അച്ഛനറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇത്തരം അമ്മമാരെ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷെ വേറെ ഏതൊരു അമ്മമാരുണ്ട്. ചാർലി കിറുക്കനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ കർത്താവിനെ പ്രഘോഷിച്ചു. അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി. മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത്. അപ്പോഴാണ് സസ്പെൻഷനാണെന്നും പറഞ്ഞ് ലോകം മുഴുവൻ മോങ്ങിക്കൊണ്ട് നടക്കണവരെ എന്ത് വില ഉണ്ടാവും? നമുക്കൊരു ക്രൈസിസ് വരുന്ന സമയത്താണ് ദൈവത്തിന് നമ്മൾ പിടി കൊടുക്കേണ്ടത്. കർത്താവേ ഇതാണ് ഞാൻ എന്ന് പറയണത്. ബൈബിളിൽ ഏറ്റവും നല്ലൊരു എന്താണ് ഒരു വിളിയാണ്. എന്താണ് ഇപ്പോൾ സാമുവൽ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ്. എന്താണ്? കർത്താവേ ഇതാണ് ഞാൻ. ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹം പുതിയെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോഴേ അപ്പായെടുത്ത് അമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട്. എന്താണ്? അപ്പ ഇതാണ് ഞാൻ, ഇതാണ് നിൻ്റെ മകൾ മറിയാം,
ഇതാണ് ഞാൻ. അതൊരു പുതിയ സ്നേഹമാണ്. പാപ്പയ്ക്ക് മനസ്സിലാകും എന്തെല്ലാം ഭാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഫോർ വാട്ട് വി ഹാവ് കോൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ. 3:22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ്. 28 കെട്ടായിരുന്നു. അപ്പം 2 ദിവസം കൂടെ ഉള്ളായിരുന്നു. അവൻ വിളിച്ച് ചോദിച്ചു, എൻ്റെ മകൻ കുഞ്ഞിൻ്റെ 28 അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതിയോ? പറ്റത്തില്ല, 2 ദിവസത്തിനകം കയറിക്കോണം, ഇല്ലേ പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പറഞ്ഞു, നമ്മെ എനിക്ക് നാളെ മാതാവിൻ്റെ അടുത്ത് വരണം. മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ചു, തിരുക്കുമാരനെയും കണ്ടു പ്രാർത്ഥിച്ചു. അവൻ പിറ്റേ ദിവസം ഇവിടുന്ന് കയറിപ്പോയി. അന്നേരം പോകുന്ന പോക്കിന് എന്നോട് പറഞ്ഞു, അമ്മേ പള്ളിയിൽ എന്തോ അത്ഭുതം നടക്കുന്നുണ്ടമ്മേ. ഞാൻ പറഞ്ഞു, ഉണ്ട്, മാതാവിൻ്റെ അത്ഭുതമാണ്, കണ്ടില്ലേ, അവിടെ വരുന്ന ജനങ്ങളെയൊക്കെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. അവൻ പോയപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ എൻ്റെ അടുത്ത് മാതാവ് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സ്വപ്നം കാണിച്ചു. എല്ലാ കൂട്ടുകാരും എൻ്റെ അടുത്ത് വന്ന്, നീ മാത്രം വന്നില്ല, നീയും വരുമ്പം നിനക്കും ഞാൻ ജോലി തരാമെന്ന് പറഞ്ഞില്ലേ, ഇപ്പം എന്തേ കണ്ടോ, നിനക്ക് ജോലി കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ കയറിപ്പോയി. നല്ല ജോലി, അവൻ പഠിച്ച ജോലി തന്നെ കിട്ടി, നല്ല ജോലിയായി. പിന്നെ അടുത്ത സാക്ഷി എൻ്റെ 2ാമത്തെ മകൻ്റെയാണ്. 2ാമത്തെ മകൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അത് അടുത്തുള്ള തിരുവല്ലയിൽ തന്നെ ഒരു ജോലിയാണ്. ആ ജോലിയെല്ലാം കിട്ടി കഴിയുമ്പോൾ അവന് പുറത്ത് പോകാൻ, UK പോകാനായിട്ട് നോക്കി. അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയായി വന്നപ്പം പുളിക്കി സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ബിബിൻ്റെ പേരിലൊരു കേസുണ്ട്, അതുകൊണ്ട് പേപ്പർ റെഡിയാകത്തില്ലെന്ന് പറഞ്ഞു. ഞാനാകെ വിഷമിച്ചു. അപ്പം അങ്ങനെ ഇരിക്കെ ആ പേപ്പറും ആയിട്ട് ഞാൻ ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്ന്, എനിക്ക് ടോക്കനൊന്നും കിട്ടിയില്ല. ഞാനിവിടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ച്. എല്ലാവരും അച്ഛനെ കാണാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. അവരെ കുറേ പേരെ എല്ലാം വിളിച്ച് മാറ്റി. കുറേ പെൺപിള്ളേർ വന്നിച്ച് അവർ അച്ഛനെ കാണാൻ വന്ന് നിൽക്കുക. കോളേജിൽ നിന്ന് വന്നെയാണ്. 6 പേരുണ്ടായിരുന്നു. അവരുടെ പുറകിലാണ് ഞാൻ. എനിക്ക് ടോക്കനൊന്നുമില്ല, ഈ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഈ കോളേജ് പിള്ളേരോട് ചോദിച്ചു, ഉടമ്പടി എടുത്ത് എന്നാ എടുത്തേ? ഇന്നാ എടുത്തേ? എന്നാൽ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അടുത്തത് ഞാൻ പേടിച്ച് അവിടെ നിന്നപ്പോൾ അച്ഛൻ എന്നെ വിളിച്ച് കൈയാട്ടി വിളിച്ച് കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ മകന് UK പോകാനാണ്, പേപ്പറെല്ലാം റെഡിയായി വന്നപ്പോൾ ഒരു കേസുണ്ടെന്നറിഞ്ഞു, അതുകൊണ്ട് ഞാൻ അച്ഛനെ കാണാം. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് പോയിക്കോ, പ്രാർത്ഥിച്ചാൽ മതി, ഞാനും പ്രാർത്ഥിച്ചോളാം, കേസൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി. പിറ്റേ ദിവസം തിരുവനന്തപുരത്തു നിന്ന് ഒരു പേപ്പർ വന്നു. അവൻ്റെ കൂട്ടുകാരനെ അടിച്ചപ്പോൾ അവൻ ഇടയ്ക്ക് കയറിയത്. അന്നൊന്നും അവൻ്റെ പേരില്ല, അവനെ കൊണ്ടുപോയില്ല, വിളിച്ചു ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവന് കേസില്ലെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. 2 വർഷമായി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തിരുവനന്തപുരത്തു നിന്നൊരു പേപ്പർ വന്നു ഇന്ന കണക്ക്. അപ്പം സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം വീണ്ടും തിരുവനന്തപുരത്തു നിന്നൊരു പേപ്പർ വന്നു. എന്താ നിങ്ങൾ ഈ പേപ്പർ കൈപ്പറ്റാഞ്ഞെന്ന് എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന കണക്ക് മകനൊരു കേസുണ്ട്, അതുകൊണ്ടാണ് കൈപ്പറ്റാഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ആ സാറ് പറഞ്ഞു, ഇപ്പം ഇങ്ങനൊരു നിയമമുണ്ട്, പിള്ളേർക്ക് കേസുള്ള പിള്ളേർക്ക് 4 വർഷത്തേക്ക് പോകാൻ പേപ്പർ എഴുതി തരുമെന്ന് പറഞ്ഞു. ആ പേപ്പറിന് വേണ്ടി സാർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇവിടെ വന്ന് ഒരു വക്കീലിനെ കണ്ട് ആ വക്കീൽ കേസെല്ലാം ഏറ്റെടുത്ത്. അങ്ങനെ ഇരിക്കെ പിന്നെ 4 വർഷത്തേക്കുള്ള പേപ്പർ 5 ദിവസത്തേക്കാവും വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ കോടതി വരെ ഒന്ന് പോകുമെന്ന് തിരക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം ജഡ്ജി ഇവനെ കണ്ടു. ചോദിച്ചു, നിൻ്റെ പേപ്പർ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ വഴക്ക് പറഞ്ഞു. ആ ജഡ്ജി തന്നെ പേപ്പർ എഴുതി എത്ര വർഷം വേണേലും പോകാമെന്നും പറഞ്ഞ് പേപ്പർ എഴുതി കൈ തന്നു.
അവൻ അതുകൊണ്ട് ഇപ്പോൾ അടുത്ത പോക്കിനുള്ള പേപ്പറുകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് വെള്ളം അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിൽ വഴക്കും ബഹളവും ഒക്കെയായിരുന്നു. ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു. എല്ലാ മാസവും ഞാനിവിടെ വരും. വരാൻ പറ്റുന്ന ചൊവ്വാഴ്ചകളിലെല്ലാം ഞാൻ വരും. ചൊവ്വാഴ്ച ഞാൻ ഉപവാസം എടുക്കും. അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. മദ്യപാനം ഒരു 10-25 വർഷമായി. ഇപ്പം മദ്യപിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. നിർമ്മല. ഞാനിവിടെ 2022 മെയ് മാസം 5-ാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അതിലാദ്യത്തെ ഉടമ്പടി ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് വെച്ചത്. 5 ഉടമ്പടി അവന് വേണ്ടി വെച്ചു. അതിൽ അവൻ എവിടെ ജോലിക്ക് പോയാലും ഒന്നിലും സ്ഥിരമായി നിൽക്കില്ല. 1 മാസം ജോലി ചെയ്യും, നമ്മൾ ഏജൻസിക്ക് പൈസ കൊടുക്കും. ചെയ്തതിന് ശേഷം അയാൾ ഏവിയേഷനാണ് പഠിച്ചത്, BBA ഏവിയേഷൻ. അങ്ങനെ ആ ജോലിക്കായിട്ട് ക്യാബിൻ ക്രൂ പഠിച്ചു. ആ ജോലി കിട്ടാതെ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പോയി. ആ സമയത്ത് 1 മാസം ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ആ മാസത്തെ ശമ്പളം പോലും വാങ്ങാതെ വേറൊരു ഏജൻസി ഏറെ ശമ്പളം തരാമെന്ന് പറഞ്ഞു, അതിന് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ വളരെ അവനെ കൊണ്ട് ഒത്തിരി വിഷമത്തിലായി. അങ്ങനെ ആയി. ഞാൻ 2020 അച്ഛൻ ഇവിടെ ധ്യാനം കൂടുന്ന സമയത്തെല്ലാം യൂട്യൂബിൽ, ഞാനും ബാംഗ്ലൂരിലായിരുന്നു, അപ്പം യൂട്യൂബിൽ കാണും എല്ലാം ധ്യാനമൊക്കെ കൂടും. അപ്പോൾ അതെനിക്കൊന്നും അറിയത്തില്ല അതിനെപ്പറ്റി വ്യക്തമായിട്ട്. അങ്ങനെ ഇരിക്കെ കൊറോണ വന്നു. എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് വർക്കിന് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തോട്ട് വന്നു, HOCL. അങ്ങനെ ഞാനും വന്നു. അത് കഴിഞ്ഞ് മോനും അവിടെ കൊറോണയൊക്കെ ആയ സമയത്ത് എയർപോർട്ടൊക്കെ അടച്ചപ്പോൾ മോനും കൊച്ചിയിൽ വന്നു. അങ്ങനെ ഇൻഫോ പാർക്കിൽ അവൻ കയറി. അവിടെയും ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കിത് വേണ്ട, എനിക്ക് ക്യാബിൻ ക്രൂ തന്നെ വേണം. പക്ഷേ എയർപോർട്ടിലൊന്നും അന്നേരം ആളിനെയൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നിന് പൈസ കൊടുത്ത് പിന്നെ ലണ്ടനിൽ പോകണമെന്ന് പറഞ്ഞ് ആ പേപ്പർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയും കുറേ പൈസ ഞങ്ങളുടെ കളഞ്ഞ് ഞങ്ങൾ ആകെപ്പാടെ വിഷമത്തിലായി. എല്ലാം പണയം വെച്ചു കൊടുത്തുമൊക്കെ കൊടുക്കും. പക്ഷേ പുള്ളി നിരാശനാണ് എപ്പോഴും. പുള്ളി എനിക്ക് ആ ജോലി കിട്ടിയില്ല, എനിക്ക് ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു ഇഷ്ടം, എന്നെ അതിന് വിട്ടില്ല, എപ്പോഴും പരാതികൾ മാത്രം. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം. അങ്ങനെ എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ തിരുവല്ല വന്നു, ബസ് കയറി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഓരോരുത്തരോട് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ ഈ പത്രമൊക്കെ വായിക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ ഈ പത്രം കൊടുത്തപ്പം ഞാൻ കത്തിയിരുന്ന മെഴുകുതിരി ഊതിക്കെടുത്തി. അപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു മാതാവേ ഇത് എന്തുവാ കാണിക്കുന്നേ? അപ്പോൾ ഹസ്ബൻഡും വഴക്ക് പറഞ്ഞ് നീ എന്തുവാ ചെയ്തതെന്ന്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു മച്ചി ഞാൻ അമ്മയോട് അത് ചെയ്ത ഉടനെ തന്നെ ഞാൻ താഴെ വന്ന് മാതാവിനോട് ക്ഷമ ചോദിച്ചു. ഞാൻ കൃപാസനത്തിൽ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നാലും ഒരു അലസ സ്വഭാവവും എവിടെയും നിൽക്കാഴുകയും എല്ലാത്തിനും ദേഷ്യവും വേണ്ടാത്ത വർത്തമാനങ്ങളും ഒക്കെ ഞങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു. ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം ലണ്ടനിൽ പോകാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ക്യാബിൻ ക്രൂവിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്, ഞാനത് അറ്റൻഡ് ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം 3-4 ലക്ഷം രൂപയൊക്കെ കളഞ്ഞു, നീ ഇനി അതിന് തന്നെ ചെയ്താൽ മതി. പക്ഷേ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ ഇത്രയും രൂപ എൻ്റെ നഷ്ടമായി, ഇനി ഇതിനും കൂടെ പോയിട്ട് എന്നെ നഷ്ടപ്പെടുത്തരുതേ, ഞാൻ മകളുടെ സ്വർണ്ണമൊക്കെ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ പോയി അറ്റൻഡ് ചെയ്യാൻ. ഇവൻ ബാംഗ്ലൂരിൽ പോയി. എന്നോട് പറഞ്ഞു അമ്മച്ചി കിട്ടത്തില്ല, 800 പേരുണ്ട്, ഖത്തർ എയർവേസിലൊക്കെ ഉള്ളവരുമൊക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, എനിക്കിതൊരു കാരണവശാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കൾ അറ്റൻഡ് ചെയ്യേ, കാരണം നീ എന്നോട് പറഞ്ഞല്ലോ അമ്മ പ്രാർത്ഥിക്കണേ. അമ്മ ഞാൻ മാതാവിനോട് വന്ന് സാക്ഷ്യം പറയും, സത്യമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നു, ഇവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കകം റിസൾട്ട് വരും. വന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ആഗ്രഹിക്കേണ്ട, കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു കിട്ടും, മക്കൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവന് റിസൾട്ട് വന്നു, ഇവൻ സെലക്റ്റായി. അത് കഴിഞ്ഞ് അതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം ഭയങ്കര ടഫാണ്. അവർ നാളെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്നേ പറയത്തുള്ളൂ നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. ഇയാൾ കോട്ടുമൊക്കെ എടുത്ത് കൊച്ചിയിൽ നിന്ന് ഓർഡിനറിയിലൊക്കെ കയറി
ഇയാൾ അങ്ങനെ പോകാൻ തുടങ്ങി. അതെല്ലാം ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവന് ഡൽഹിയിൽ ട്രെയിനിങ്. ട്രെയിനിങ്ങിനെല്ലാം 90% കൂടുതൽ മാർക്ക് വേണം. അങ്ങനെ എല്ലാം പാസ്സായി. എൻ്റെ കുഞ്ഞിനെ അമ്മ മാതാവും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി, പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട്. കാരണം ഈ പ്രായമായ കുഞ്ഞുങ്ങൾ പല വീടുകളിലുമുണ്ട്. മാതാപിതാക്കൾ അവർക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്ന സൗഭാഗ്യം, എൻ്റെ മോനിപ്പം ഫ്ലൈയിങ്ങിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിക്കും അങ്ങനെ പോകുമ്പോഴൊക്കെ എന്നോട് പറയും, അമ്മേ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, അതെല്ലാം ഭയങ്കര ടഫാണ്, അവരതെല്ലാം പോയിൻ്റ് ചെയ്യും. ഞാൻ പറയും, മക്കളെ അതൊന്നും വിചാരിക്കരുത്. യെശയ്യ 45:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നീ എപ്പോഴും ഓർക്കണം. അവന് മലയാളം വായിക്കാൻ അറിയത്തില്ല. ഞാൻ ഗൂഗിളിൽ നിന്ന് ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്ത് ഞാൻ അവന് അയച്ചു കൊടുക്കും. അപ്പം അവനത് വായിക്കുമ്പം ഞാൻ പറയും, മക്കളെ ഞാൻ നിനക്ക് മുന്നേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന നിൻ്റെ യഹോവ എന്ന് നീ അറിയേണ്ടതിനെ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപത്തെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും എന്ന് ഞാൻ അവനോട് പറഞ്ഞു. നീ ഇതെല്ലാം വായിച്ച് മക്കൾ പോയാൽ മതി, നിനക്ക് മുമ്പേ തമ്പുരാനും മാതാവും ഉണ്ട് എന്നെന്നും രാവിലെ ഞാൻ വിളിക്കുമ്പം എൻ്റെ കുഞ്ഞിനോട് പറയാറുണ്ട്. അങ്ങനെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ വലിയൊരിതായി, ഒരനുഗ്രഹമായി. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. തീർത്താൽ തീരാത്ത നന്ദി എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും പറയുന്നു. എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദിയുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സാക്ഷി എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഷാലോം TV-യിൽ 11:30 ചൊവ്വാഴ്ച ധ്യാനം കൂടും ഇവിടെ പറ്റാത്ത ദിവസങ്ങളിൽ. ഇപ്പം മോളോട് പറഞ്ഞു, മക്കളെ ഇപ്പം രോഗശുശ്രൂഷയാണ്, നീ ഇങ്ങോട്ട് വാ, ഇത് കേൾക്കെന്ന് പറഞ്ഞപ്പം എൻ്റെ മകൾ പറഞ്ഞു, ആദ്യം അമ്മയുടെ കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓൺലൈൻ ട്യൂഷനുണ്ട്, അത് കൂടുമായിരുന്നു. അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ഇവൾ പഞ്ചാബിലാണ്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് വയറ്റിൽ ഭയങ്കര വേദനയാണ്, ഞങ്ങൾ കുറച്ചൊക്കെ സഹിച്ചു എന്നിട്ടൊന്നും മാറുന്നില്ല, ആശുപത്രി പോവുക. അപ്പോൾ പോയപ്പോൾ പറഞ്ഞു, അവിടെ യൂട്രസിലെ ഫൈബ്രോയിഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കിഡ്നിക്ക് വീക്കമുണ്ട്, യൂറിനറി ട്യൂബ് അമങ്ങിയിരിക്കുന്നത് കാരണം യൂറിൻ പാസ്സാകാത്തതുകൊണ്ട് ഇൻഫെക്ഷനാണ്. അപ്പം അവർ സ്കാൻ ചെയ്ത് ഇത്രയും പറഞ്ഞു, ഇനി MRI എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക ഓൺലൈനിൽ, എന്നിട്ട് നീ ഈ തെറ്റ് പറഞ്ഞതിന് ആദ്യം മാപ്പ് ചോദിക്കും മാതാവിനോട്, അതിനുശേഷം നീ പ്രാർത്ഥിക്കിരുന്നേ, MRI ചെയ്യുമ്പോൾ ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഇവർ ആശുപത്രിയിൽ MRI സ്കാനിങ്ങിന് പോയി. ഇപ്പോൾ ഇവളങ്ങ് കരച്ചില്ല. അപ്പോൾ അവൾക്ക് 5 വയസ്സുള്ള കുഞ്ഞുണ്ട്. ആ മോൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, കൃപാസന മാതാവ് കൂടുണ്ട്, അമ്മ വിഷമിക്കേണ്ട, കൊച്ചു കുഞ്ഞാ എപ്പോഴും കൃപാസന മാതാവിൻ്റെ പാട്ട് പാടിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ ഈ കുഞ്ഞിങ്ങനെ പറഞ്ഞു. അവളെ MRIക്ക് കയറി. അവൾ പറയുന്ന തിളച്ച വെള്ളം നമ്മുടെ കാലിൽ കൂടെ ഒഴുകുന്ന പോലെ അങ്ങ് ഒഴുകുക. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്രയും വെള്ളം എവിടുന്നാണ് വരുന്നതെന്ന്. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞു. റിപ്പോർട്ട് വന്നപ്പം അവൾക്ക് ഒരു കുഴപ്പവുമില്ല. അമ്മ മാതാവും തിരുക്കുമാരനും പൂർണ്ണമായും എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. അതിൽ കോടാനുകോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നു. അവളെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു നടക്കുന്നത്. ഒടുവിൽ ഛർദിൽ വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, മെഡിക്കൽ മെഷീനിൽ അഡ്മിറ്റായി, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അപ്പോൾ അവൾക്ക് വന്നിട്ട് 600 ഷുഗർ, 400-ൽ കൂടുതൽ കൊളസ്ട്രോള്, അങ്ങനെയൊക്കെ ആയിട്ട് ICUവിലായി. ഡോക്ടേഴ്സ് എല്ലാം സ്കാനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്വാസകോശത്തിന് ഒരു വശം അടഞ്ഞിരിക്കുകയാണ്, അതിനെ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം മിണ്ടത്തൊന്നുമില്ല, വിവരമൊന്നും അറിയാതെ മക്കളെ വിളിച്ചപ്പോൾ മക്കളാണ് പറയുന്നത്, അമ്മ അഡ്മിറ്റാണെന്ന്. അങ്ങനെ ഞാൻ പോകുകയും നമ്മുടെ നേർച്ച വസ്തുക്കൾ തൈലവും ഉപ്പും എല്ലാം കൊണ്ടുപോയി ഞാനും ചെന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ചവളാണ്. വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഇതെല്ലാം അയച്ചു കൊടുക്കുകയും
2022 മെയ് മാസം മുതലുള്ള എല്ലാ ഉടമ്പടി പത്രങ്ങളും ഞാൻ എൻ്റെ കയ്യിൽ മൊത്തം എല്ലാ മാസത്തെ ഒരു പത്രം ഞാൻ എൻ്റെ കൈ വെക്കും. അതെല്ലാം അവൾക്ക് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ തൈലം നെഞ്ചിൽ തേച്ച് ഞാൻ ഉള്ളിൽ അവൾക്ക് ഉപ്പും കൊടുത്തിട്ട് ദിവസവും ഇത് ഉപയോഗിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവൾ പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഇന്ന് അവൾ ബോംബെയിൽ ജോലി ചെയ്യുന്നു. അവരെല്ലാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ എനിക്ക് കാലിൽ ഫ്ലൂയിഡ് ഇല്ലായിരുന്നു, മുട്ടിലെ. അപ്പം MRI ചെയ്തപ്പോൾ പറഞ്ഞു മുട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കുത്തിവെക്കണം. ഇത് രണ്ടും ഞാൻ ചെയ്തില്ല. ഞാനിവിടെ വരുമ്പം ജോസഫ് അച്ഛൻ പറയും എനിക്ക് കാലിൽ നീരൊക്കെ വരും ഇങ്ങനെ നിൽക്കുമ്പം, എനിക്കും സുഖമില്ലാത്തതാ, പല പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പറയും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും. എൻ്റെ രാവിലെ 4:45 ഞാൻ കുളിച്ച് വിളക്കെല്ലാം കഴുകി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ആദ്യം നെറ്റിയിൽ തിരുത്തൈലം പൂശി കുരിശു വരയ്ക്കുമ്പോൾ ഞാൻ പറയും, അമ്മ മാതാവേ, ജോസഫ് അച്ഛനെ പൂർണ്ണ സൗഖ്യനായിട്ട് വെക്കണേ, തലമുടി നാരഴ മുതൽ കാലിലെ നഖം വരെ അച്ഛനെ സൗഖ്യമാക്കണമേ, അസ്ഥികൾക്ക് ബലം കൊടുക്കണേ, ഞരമ്പുകൾക്ക് ബലം കൊടുക്കണമേ, അച്ഛൻ്റെ ഓരോ അവയവങ്ങളെയും അമ്മ നല്ല ആരോഗ്യമായിട്ട് വെക്കണേ, കാരണം ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ അച്ഛനെ കാണണമെന്നും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എളുപ്പം എൻ്റെ മുട്ടിനെന്തോ ഒന്ന് സംഭവിച്ചതുപോലെ തോന്നി. എനിക്ക് മുട്ടിനിപ്പം നടക്കുമ്പം വേദനയില്ല. ഞാൻ ഇവിടെ ജപമാല റാലിക്ക് വരാൻ നേരം എന്നെ വീട്ടിലെല്ലാവരും വഴക്ക് പറഞ്ഞു, പോകരുത്, ഒത്തിരി നടക്കണമെന്ന്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പോകുമോ, നിനക്ക് പറ്റുമോ, ഇച്ചിരി നടക്കാൻ വയ്യാത്ത നീ എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ പോകും. അങ്ങനെ ഞാൻ ജപമാല റാലിക്ക് പങ്കുകൊണ്ടു. വളരെ സൗഖ്യമായിട്ടിരിക്കുന്നു. അതിനും കോടാനുകോടി നന്ദി പറയുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ പത്രം കൊടുക്കാൻ തുടങ്ങും. ആലപ്പുഴ മുതൽ പത്രം കൊടുക്കാൻ തുടങ്ങും. അതിലെനിക്ക് ഒത്തിരി വിഷമമായിട്ട് വന്നത് ഒരാൾക്ക് ഞാൻ പത്രം കൊടുത്തു. അത് അവരവരുടെ കുഞ്ഞിൻ്റെ കൊടുത്ത് ആ കുഞ്ഞതിട്ട് കളിക്കുമ്പം എൻ്റെ ചങ്കങ്ങ് പൊട്ടുവാണ്, ഈ പത്രം എന്തുവാ ചെയ്യുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പോകാൻ നേരം അതവിടെ സീറ്റിൻ്റെ പുറകിൽ തിരുകി വെച്ചു. ഞാനൊരു ക്രിസ്തുമതവിശ്വാസിക്കും കൊടുത്തു. ആ അമ്മയും അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ അത് രണ്ടും എടുത്ത് മുത്തി ഞാനതെടുത്ത് എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എന്നോട് ക്ഷമിക്കണേ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. പല പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെനിക്ക് നികത്താൻ പറ്റാത്ത വിഷമമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഞാൻ അടൂർ ഗവൺമെൻറ് ആശുപത്രി പോവും, രോഗികളെ കാണും. അവർക്ക് പത്രം കൊടുക്കാൻ പോകുമ്പം ഞാൻ തിരുരൂപവും കൊടുക്കും. അതിൻ്റെ കൂടെ അവർക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യും. ഫ്രൂട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. പിന്നെ ഗാന്ധി ഭവനിൽ പോകും, പത്തനാപുരത്തെ. അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. വളരെയധികം നമ്മുടെ തിരുത്തൈലവും ഇവിടുത്തെ ഉപ്പും വളരെയധികം ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് മൂക്കിന് മാംസം കിളിച്ചിട്ട് അവന് ശ്വാസം വിടാൻ പറ്റാതെയും എപ്പോഴും പനിയായിരുന്നു. അവൻ തന്നെ ഇവിടുത്തെ തേനെടുത്ത് കുടിക്കുകയും മാതാവേ എനിക്ക് ഉവാവ് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുകയും എപ്പോഴും ചെയ്യും. ഇപ്പം എൻ്റെ കുഞ്ഞിന് അങ്ങനെ പനി വരാറില്ല. എല്ലാം കൊണ്ടും ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി